തൃശൂരിലെ കള്ളവോട്ടിൽ മിണ്ടാട്ടമില്ലാതെ സുരേഷ് ഗോപി. ഇത്രയും സഹായിച്ചതിന് നന്ദിയെന്ന് സുരേഷ് ഗോപി മാധ്യമങ്ങളെ പരിഹസിച്ചു. അതേസമയം തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേടിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവന്നു. BJP ജില്ലാ നേതാവിൻ്റെ മേൽവിലാസം മറയാക്കി സംസ്ഥാന ഉപാധ്യക്ഷനും വോട്ട് ചെയ്തു. വി ഉണ്ണികൃഷ്ണൻ വോട്ട് ചെയ്തത് തൃശൂർ ജില്ലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് വി ആതിരയുടെ വിലാസം ഉപയോഗിച്ച്. ഉണ്ണികൃഷ്ണന് ഇരട്ട വോട്ടുണ്ടായിരുന്നതിൻ്റെ തെളിവുകൾ പുറത്തായി. ഒരുപാട് നാളിന് ശേഷമാണ് ഇന്ന് സുരേഷ് ഗോപി തൃശ്ശൂരിലേക്ക് എത്തിയത്. അതിനുശേഷം നദിയിലൂടെ എത്രമാത്രം വെള്ളം ഒഴുകിപ്പോയി. ഒരു വിഷയത്തിലും സുരേഷ് ഗോപി പ്രതികരിച്ചിട്ടില്ല. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ ദിവസങ്ങളോളം ജയിലിലായി. വിഷയത്തിൽ സുരേഷ് ഗോപിക്ക് പ്രതികരണമില്ല. ഇലക്ഷൻ്റെ സമയത്ത് തൃശ്ശൂരിലെ പള്ളികളിലെല്ലാം കിരീടങ്ങളും അതുപോലെ തന്നെ കേക്കുകളുമായി എത്തിയ ആളായിരുന്നു. ഒരാപത്ത് വരുന്ന സമയത്ത് കണ്ണടച്ച് നിന്ന് കളഞ്ഞു. ഒരക്ഷരം പ്രതികരിച്ചില്ല. ഒരു സഹായവും ഉണ്ടായില്ല. ഇന്ന് വീണ്ടും സുരേഷ് ഗോപി തൃശ്ശൂരിലേക്ക് എത്തിയിരിക്കുകയാണ്. മാധ്യമങ്ങൾ പിറകെ എത്തി, ചോദ്യങ്ങൾ ചോദിച്ചു. ഒരക്ഷരം പ്രതികരിക്കാൻ തയ്യാറായില്ല. ശരത് ഓങ്ങല്ലൂർ ചേരുകയാണ്. ശരത്ത്, എത്രയോ വെള്ളം ഒഴുകിപ്പോയി. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾ 9 ദിവസം ജയിലിൽ കിടന്നു. ഒന്ന് സഹായിക്കാൻ പോയിട്ട് കൂടെ നിന്നൊരു വർത്തമാനം പറയാൻ പോലും സുരേഷ് ഗോപി തയ്യാറായില്ല. ഇപ്പോൾ വന്ന് നിങ്ങൾ മാധ്യമങ്ങളെല്ലാം കൂടി അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എന്തെങ്കിലും പറയാൻ തയ്യാറായോ ശരത്? ഷമ്മി, ഇതുവരെ ഒരു പ്രതികരണത്തിനും വിഷയത്തിൽ തയ്യാറായിട്ടില്ല എന്നത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഈ കന്യാസ്ത്രീമാരുടെ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ആവർത്തിച്ച് ചോദിക്കുന്നു. അതിനോടെല്ലാം ഒരു നിസ്സംഗഭാവത്തിൽ നടന്നു പോകുന്ന സുരേഷ് ഗോപിയാണ് നമ്മൾ കണ്ടത്. ഒരു രീതിയിലുള്ള പ്രതികരണങ്ങൾക്കും അദ്ദേഹം തയ്യാറായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ചോദ്യങ്ങൾ മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. എന്താണ് തൃശ്ശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് വിഷയത്തിൽ നിങ്ങൾ പ്രതികരിക്കാനുള്ളത് എന്ന് ചോദിച്ചു. നമ്മൾ ആ ചോദ്യം ചോദിച്ചു. നമ്മൾ ചോദിച്ചപ്പോൾ നമ്മുടെ മൈക്ക് നോക്കി കൈകൊണ്ട് ആംഗ്യം കാണിച്ച് തലയാട്ടിപ്പോകുന്ന ഒരു സുരേഷ് ഗോപിയാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം കന്യാസ്ത്രീമാരുടെ വിഷയത്തിൽ, കന്യാസ്ത്രീമാർ ഛത്തീസ്ഗഡിൽ അന്യായമായി അറസ്റ്റ് ചെയ്യപ്പെട്ട വിഷയത്തെ കുറിച്ച് ചോദിച്ചു. ഒരു പ്രതികരണവും നടത്തിയില്ല. 2ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്ന് പോർട്ടിക്കോ വരെയുള്ള നടന്നു വരുന്ന ദൂരത്തിനിടയ്ക്ക് നിരവധി തവണ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിനോട് ചോദിച്ചു. അതിനോടൊന്നും പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ അദ്ദേഹം അശ്വിനി ആശുപത്രിയിൽ അദ്ദേഹം BJP പ്രവർത്തകരെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്തും ഇദ്ദേഹത്തെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു രീതിയിൽ ഇനി അദ്ദേഹം അടുത്ത് തന്നെ അദ്ദേഹത്തിന്റെ ക്യാമ്പ് ഓഫീസിലേക്ക് എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ക്യാമ്പ് ഓഫീസിന് സമീപത്ത് നമ്മളെല്ലാം ഉണ്ട്. പക്ഷേ ഇവിടെയും പ്രതികരിക്കാൻ അദ്ദേഹം സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു രീതിയിലും പ്രതികരിക്കാൻ കഴിയാതെ വലിയ പ്രതിരോധത്തിലായ BJP നേതൃത്വത്തിനെയും സുരേഷ് ഗോപിയെ, കേന്ദ്രമന്ത്രിയെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ഒന്നും തന്നെ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായില്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചില്ല. ഡൽഹിയിലും സമാനമായ രീതിയിൽ മാധ്യമങ്ങൾ നിരവധി ചോദ്യങ്ങൾ ചോദിച്ചു. അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. എല്ലാ അർത്ഥത്തിലും പ്രതിരോധത്തിലായ ഒരു കേന്ദ്രമന്ത്രിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ്, അദ്ദേഹത്തിന് ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഷമ്മി, ശരത്ത്, പ്രതിരോധത്തിലായി എന്നതിലുപരി അദ്ദേഹത്തിൻ്റെ നാക്ക് സംഘപരിവാർ കെട്ടി എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. തിരുവനന്തപുരത്ത് ആശാസമരത്തിൻ്റെ സമയം നടക്കുമ്പോൾ അവിടെ വന്ന് പാട്ടൊക്കെ പാടി അവരോടൊപ്പം നൃത്തം ചെയ്ത് എന്തുമാത്രം വികാരാധീനനായി സംസാരിച്ച സുരേഷ് ഗോപിയെ നമുക്ക് മറക്കാൻ കഴിയില്ലല്ലോ. വളരെ സർക്കാരിനെതിരായിട്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്ത ആളാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് കള്ളവോട്ട് ചേർത്തതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് മിണ്ടാട്ടമില്ല. എത്ര വോട്ടുകളാണ് ചെയ്തിരിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ, അദ്ദേഹത്തിൻ്റെ അയൽക്കാർ, അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ മുറ്റത്തൂടെ പോയവർ, അദ്ദേഹത്തിൻ്റെ സഹോദരൻ, അദ്ദേഹത്തിൻ്റെ സഹോദര ഭാര്യ, പിന്നീട് ആരെയൊക്കെ ശാസ്തമംഗലത്ത് അദ്ദേഹത്തിൻ്റെ പരിസരത്ത് കൂടെ പോയിട്ടുണ്ടോ, കൊല്ലത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ അടുത്ത് കൂടെ പോയിട്ടുണ്ടോ, അവരെ എല്ലാം പിടിച്ച് തൃശ്ശൂരിലെ വോട്ടറാക്കിയിരിക്കുകയാണ്. എന്നിട്ട് കമാന്നൊരക്ഷരം വാതുറന്ന് പ്രതികരിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. മറ്റേത് വിഷയം നോക്കൂ, ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ വിഷയം. ഒരു കേന്ദ്രമന്ത്രിയല്ലേ, അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു സഹായം നാക്കുകൊണ്ടെങ്കിലും ചെയ്യാമായിരുന്നു. മിണ്ടിയില്ലല്ലോ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തുമാത്രം ബന്ധിതനാണ് സുരേഷ് ഗോപി എന്ന്. സംസ്ഥാന സർക്കാരിനെതിരായിട്ട് എന്തെങ്കിലും കിട്ടിയാൽ മാത്രമേ അദ്ദേഹത്തിന് മിണ്ടാൻ കഴിയൂ. മറ്റ് വിഷയങ്ങളിൽ വാ തുറക്കരുതെന്നാണ് നിർദ്ദേശം. ശരത്ത്, തീർച്ചയായിട്ടും അത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരുവിധ പ്രതികരണങ്ങൾക്കും കേന്ദ്രമന്ത്രി തയ്യാറായിട്ടില്ല, BJP നേതൃത്വം തയ്യാറായിട്ടില്ല. കൃത്യമായിട്ട് പാർട്ടി വിരോധത്തിലായതിന്റെ ഭാഗമായി തന്നെ ആയിരിക്കണം ഇദ്ദേഹത്തിൽ മാധ്യമങ്ങളെല്ലാം ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്ന് തൃശ്ശൂരിലേക്ക്
എത്തിയിരിക്കുകയാണ്. ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹത്തിന് പാർലമെന്റിന്റെ മുഴുവൻ ചുമതല അദ്ദേഹത്തിലായിരുന്നു എന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത്. ഈ നാട്ടിലുണ്ടായിട്ടുള്ള വിഷയങ്ങളിൽ ഒന്നും വാതുറന്നൊരു അക്ഷരം പ്രതികരിക്കാൻ കേന്ദ്രമന്ത്രി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തൃശ്ശൂരിലെ വോട്ട് കൊള്ളയെ സംബന്ധിച്ച് ഒരക്ഷരം അദ്ദേഹം പ്രതികരിക്കുന്നില്ല. സുരേഷ് ഗോപിയുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരും അയൽക്കാരും ആയിട്ടുള്ളവരൊക്കെ തന്നെ ഇപ്പോൾ തൃശ്ശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് വോട്ടറായി മാറുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. RSSന്റെ ഭാരവാഹികളായിട്ടുള്ള ആൾക്കാർ അവിടെ വോട്ടർമാരായി വരുന്നു. ലോക്സഭാ ഇലക്ഷൻ കഴിയുമ്പോൾ ഇവരെല്ലാം വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് അപ്രത്യക്ഷമാവുന്നു. എങ്ങനെയാണിത് സംഭവിച്ചത് എന്ന് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ മിണ്ടാതെ കൈകൊണ്ട് ആംഗ്യം കാണിച്ച് മാധ്യമങ്ങളെ പരിഹസിച്ച് നടന്നു പോവുകയാണ് കേന്ദ്രത്തിൻ്റെ സഹമന്ത്രി. മറ്റു വിഷയങ്ങളിലൊക്കെ എന്തൊരാവേശത്തോടു കൂടിയാണ് അദ്ദേഹം പ്രതികരിച്ചത് എന്നുകൂടി നമുക്ക് ഈ ഒരു അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ അടക്കം പലതവണ ഏതെല്ലാം തരത്തിൽ പരിഹസിച്ചു കൊണ്ടുപോകുന്നു. തിരുവനന്തപുരത്ത് ഏതാനും ആശമാരുടെ എന്ന പേരിൽ നടന്ന ഒരു സമരത്തിൽ വന്ന് പാട്ടൊക്കെ പാടി അവരുടെ കൂടെ നിന്ന് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോകുന്ന സുരേഷ് ഗോപിയെ നമ്മൾ കണ്ടു. ഇപ്പോൾ ഒരു നിർണായകമായ ഒരു ഘട്ടത്തിൽ ഇത്തരം കള്ളവോട്ടിൻ്റെ നിരന്തരമായ വാർത്തകൾ പുറത്തു വരുന്ന സമയത്ത് അതിനെതിരെ ഒരക്ഷരം പ്രതികരിക്കാൻ അല്ലെ അത് സംബന്ധിച്ചൊരു വിശദീകരണം നൽകാൻ ഈ മന്ത്രിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ ജയിലിൽ കിടക്കുന്ന സമയത്ത് ഒരക്ഷരം മിണ്ടാൻ ഈ മന്ത്രി തയ്യാറായില്ല. നമുക്കറിയാം, ക്രിസ്തീയ ദേവാലയങ്ങളിൽ ഇടവിടാതെ നിരന്തരം കയറിയിറങ്ങിയ ഒരാളാണ്. അവർക്കൊരു പ്രതിസന്ധി വരുന്ന ഘട്ടത്തിൽ കൂടെ നിന്ന് ഒരു പിന്തുണ നൽകാൻ, വാക്കുകൊണ്ടെങ്കിലും ഒരു പിന്തുണ നൽകാൻ ഈ കേന്ദ്രമന്ത്രി തയ്യാറായില്ല. അദ്ദേഹത്തിന് കേരളത്തിലെ സർക്കാരിനെ വിമർശിക്കാൻ മാത്രമേ ഈ പറയുന്ന വാക്കുകൾ പുറത്തേക്ക് വരാറുള്ളൂ. അല്ലാത്ത സമയത്തൊന്നും അദ്ദേഹത്തിന് പ്രതികരിക്കാൻ കഴിയുന്നില്ല.